എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് പല സംശയങ്ങളാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അഡ്മിഷൻ ഫീ നിർബന്ധമായും അടയ്ക്കണോ, അതോ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ, പെർമനൻ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യണമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുവാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി, അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളത് സൈറ്റ് ഒരുപാട് വിദ്യാർത്ഥികൾ പ്രവേശിച്ചുകൊണ്ടുണ്ടായ ഡിലേയാണ്. വിദ്യാർത്ഥികൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും അലോട്ട്മെൻറ്റ് ലഭിച്ചോ ഇല്ലയോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതെങ്ങനെയാണ് പരിശോധിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ MG യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം അഡ്മിഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം UG CAP 2024 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതായത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. ശേഷം കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം നിർബന്ധമായും മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടത് നിർബന്ധമാണ്. അതായത് ജനറൽ കാറ്റഗറിക്ക് ഏതാണ്ട് 1450 രൂപയോളം, SC/ST കാറ്റഗറിക്ക് 50 രൂപയുമാണ് മാൻഡറ്ററി ഫീ എന്ന് പറയുന്നത്. ജനറൽ കാറ്റഗറിക്ക് 1450 രൂപയും, ജനറൽ കാറ്റഗറിക്ക് 1450 രൂപയും, SC/ST കാറ്റഗറിക്ക് 50 രൂപയുമാണ് മാൻഡറ്ററി ഫീ ആയിട്ട് വരുന്നതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം ഫീ അടയ്ക്കുക മാത്രമല്ല, ടെമ്പററി ആയോ പെർമനൻ്റ് ആയോ അഡ്മിഷൻ എടുക്കണമെന്നും യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. അത് ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താൽക്കാലികമായി അഡ്മിഷൻ എടുക്കാം. അതായത് രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴേക്കോ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴേക്കോ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാം. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ അതിന് താഴേക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ പാടുള്ളതല്ലെന്ന് ഓർത്തിരിക്കുക. ഇനിയും പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ് അഡ്മിഷൻ എടുക്കാൻ കോളേജിൽ ഹാജരാകണമെന്ന്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, 19-ാം തീയതിക്കകം ടെമ്പററി ആയോ പെർമനൻ്റ് ആയോ അഡ്മിഷൻ എടുക്കണമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും പെർമനൻ്റ് ആയോ ടെമ്പററി ആയോ, അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുക്കണമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചത്. അതും 19-ാം തീയതിക്ക് മുമ്പ് എടുക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആ കോളേജുമായി വിളിച്ചൊന്ന് ബന്ധപ്പെട്ട് നോക്കുക. അവരെന്താണ് പറയുന്നത് നോക്കുക. അങ്ങോട്ട് ചെല്ലാനാണ് അവർ ആവശ്യപ്പെടുന്നതെന്ന് വിദ്യാർത്ഥികൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടെമ്പററി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെമ്പററി ആയിട്ട് എടുക്കുക. ചിലപ്പോൾ കോളേജുകാർ പറയും നിങ്ങൾ ഇമെയിലായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ അയച്ചതാ, നമുക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത് വെക്കാം എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് അങ്ങനെ ആവശ്യപ്പെടുന്നത് അതുപോലെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ചെയ്തു കൊടുക്കുക. പെർമനൻ്റ് അഡ്മിഷൻ എന്താണ് നമുക്ക് നോക്കാം. പെർമനൻ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള നിയമനമാണ്. ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായി ലഭിച്ചതെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ എന്ത് ചെയ്യണം, പെർമനൻ്റ് അഡ്മിഷൻ എന്തായാലും എടുക്കാതെ വഴിയില്ല. രണ്ടാമത്തെ ഓപ്ഷൻ അതിന് താഴേക്കോ ലഭിച്ചവർക്ക് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാം. ഇനി ഈ പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നില്ലത്. നിങ്ങൾ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ, അത് ടെമ്പററി ആയിട്ടോ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ സ്ഥിരമായിട്ടോ നിങ്ങൾ ജോയിൻ ചെയ്യാത്ത പക്ഷം
യാതൊരു കാരണവശാലും അടുത്ത അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതല്ലെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സംശയ ദൂരീകരണമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡ്, ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.